നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു ഉന്നതമായ സ്വഭാവങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നല്ല നല്ല സ്വഭാവങ്ങൾ എന്ത് ചെയ്യുകയാണ്? മോശമായ ഇരട്ടപ്പേരിട്ടുകൊണ്ട് ആളുകൾ കാണുകയാണ്, അല്ലേ? ഇപ്പോൾ പ്രായമായവരെ ബഹുമാനിക്കുക എന്നുള്ളത് സുബ്ഹാനല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും. ചില ചെറിയ കുട്ടികൾ പ്രായമായ ആളുകളെ പോലും എന്ത് ചെയ്യുകയാണ്? ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുകയാണ്. പൊതുവെ പണ്ട് കാലത്തൊക്കെ പ്രായമായ ആളുകളെ കാണുമ്പോൾ ബഹുമാന സൂചകമായി അവരിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. സുബ്ഹാനല്ലാഹ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചെറിയ കുട്ടികൾ കൂടെയുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ് ആരോട് സംസാരിക്കുന്നത്? പ്രായമായ ആളുകളോട് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? നമ്മിൽപ്പെട്ടവനല്ല. ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് നമ്മിൽപ്പെട്ടവനല്ല. ആര്? കുട്ടികളോട് കരുണ കാണിക്കാത്തവനും മുതിർന്നവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നേരെ തിരിച്ചും ഇങ്ങനെ തന്നെ ചില ആളുകൾ ചെറിയ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുക? എങ്ങനെയാണ്? പ്രത്യേകിച്ച് മക്കളുടെ വിഷയത്തിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ മക്കളാണ് എന്ന് കരുതി അവരോട് അനീതി കാണിക്കാൻ നമുക്ക് ഒരാൾക്കും തന്നെ എന്ത് ചെയ്തിട്ടില്ല? അനുമതി തന്നിട്ടില്ല. നമ്മളോട് നാളെ ചോദിക്കും, നിനക്ക് ഞാൻ കുട്ടികളെ നൽകി. അത് കിട്ടാത്ത ആളുകളുണ്ട്, കുട്ടികൾ ലഭിക്കാത്ത ആളുകളുണ്ട്. ലഭിച്ച നമ്മളോട് അള്ളാഹു നാളെ ചോദിക്കുമെന്നാണ്. നിനക്ക് ഞാൻ മക്കളെ നൽകി, നീ എന്താണ് അവരെ പഠിപ്പിച്ചത്? നീ എന്താണ് അവരെ കൊണ്ട് ചെയ്തത് എന്ന് ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൽസ്വഭാവം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം സൽസ്വഭാവം അത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അതുണ്ടാക്കിയെടുത്താൽ എന്തായിരിക്കും? നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. നല്ല സ്വഭാവങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ മാത്രവുമല്ല സഹോദരങ്ങളെ, നമ്മൾ അതിന് ഉടമകളായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. കാരണം എന്താണ്? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നന്മകളും, നമ്മുടെ സഹോദരന് നന്മ ആഗ്രഹിക്കുക, അവനോട് അസൂയ വെച്ച് പുലർത്താതിരിക്കുക, അവരെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. ഇങ്ങനെ ഒരാളുടെ മനസ്സായി കഴിഞ്ഞാൽ അവൻ ദുനിയാവിലെ രാജാവാണ്. അവൻ്റെ കയ്യിൽ സമ്പത്തില്ല എങ്കിലും ആളുകൾക്ക് നന്മ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നീട് ദുനിയാവിലെ സ്വർഗത്തിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു മുസ്ലിം അതിയായി പരിശ്രമിക്കണം സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുക, അല്ലേ? ചില ആളുകൾ പറയും എൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്, അതൊരു ഫഖറായിട്ടാണ് പറയുന്നത്. നമുക്ക് അവരോട് തിരിച്ചു പറയാനുള്ളത് എന്താണ്? ഇത് നിൻ്റെ ഐബാണ്, ന്യൂനതയാണ് എന്നാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, അല്ലേ? ചില ആളുകൾ ചോദിച്ചാൽ എന്താ പറയുക? എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ ഈ ഒരു പ്രകൃതക്കാരനാണ്, അത് മാറ്റണം എന്നാണ് അള്ളാഹ് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്. അന്നേരം നീ തിരിച്ചെന്താ പറയുന്നത്? ഞാൻ ഇങ്ങനെയാണെന്ന്. അതൊരു ഫഖറായി പറയേണ്ട കാര്യമാണ്, നിൻ്റെ ന്യൂനതയാണ്. അള്ളാഹിൻ്റെ റസൂലും നിൻ്റെ മുന്നിൽ വന്ന് പറയാണ് എന്താണ്? നീ നിൻ്റെ സ്വഭാവം മാറ്റണം എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്ന മറുപടി ഇതായിരിക്കും? നമ്മൾ ഒരിക്കലുമല്ല. നമ്മൾ ഏതൊരു ഹദീസ് കേട്ടാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നത് അള്ളാഹിൻ്റെ റസൂലാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും ഇൻഷാ അല്ലാഹ്, നമ്മൾ സത്യസന്ധന്മാരാണെങ്കിൽ. കാരണം ഇത് പറയുന്നത് പള്ളിയിലെ ഖത്തീബോ അല്ലെങ്കിൽ ദർസ് എടുക്കാൻ വരുന്ന ആളോ അല്ല. അവരൊക്കെ എന്താണ്? അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിൽ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. അള്ളാഹിൻ്റെ റസൂൽ വന്നുകൊണ്ട് നമ്മളോട് പറയാണിതാ, അല്ലേ? അള്ളാഹിൻ്റെ റസൂൽ വന്നിട്ട് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഔസിനി, അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? ഒരു വസിയത്ത് നൽകണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത മറുപടി എന്താ? ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, ഫറദ്ദദ മിറാറൻ എന്നാണ്, ആവർത്തിച്ച് ചോദിച്ചപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താ? ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്നാണ്. നോക്ക്, അള്ളാഹിൻ്റെ റസൂൽ കൊടുത്ത വസിയത്ത് അത് സഹാബികൾക്കാണെങ്കിലും അത് ആർക്ക് കൂടി ബാധകമാണ്? നമുക്ക് കൂടി ബാധകമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ വന്നതായി കാണാം, ലാ തഗ്ളബ് വലക്കൽ ജന്ന. നോക്കൂ സഹോദരങ്ങളെ, നീ കോപിക്കരുത്, പകരം എന്താ എനിക്ക് ലഭിക്കുക? വലക്കൽ ജന്ന, നിനക്ക് സ്വർഗമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ തരംതാണ സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇനി എന്താണ് നമുക്കിതിൽ മാറാൻ? ഇനി എന്താണ് മടി? അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ത്? തരംതാണ സ്വഭാവം. ഇനിയും നമുക്ക് മാറ്റമില്ല എങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, അവൻ എന്ത് ചെയ്യുക? സ്വന്തത്തെ തന്നെ പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയുന്നു.